നമസ്കാരം. ആലപ്പുഴ എംപിയും CPM നേതാവുമായ AM ആരിഫിനെക്കുറിച്ച് നടനും BJP നേതാവും തൃശ്ശൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായിരുന്ന സുരേഷ് ഗോപി പറഞ്ഞത് വൈറലാകുന്നു. രാഷ്ട്രീയത്തിൽ എതിരാളികളെങ്കിലും വേദിയിൽ സൗഹൃദം പങ്കുവയ്ക്കുകയായിരുന്നു സുരേഷ് ഗോപി. ആലപ്പുഴ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയാണ് AM ആരിഫ്. തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. എന്നാൽ ആരിഫിൻ്റെ രാഷ്ട്രീയ ഉയർച്ചയ്ക്ക് പിന്നിൽ താനുണ്ട് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അരൂർ നിയമസഭാ മണ്ഡലത്തിൽ AM ആരിഫിനെ സ്ഥാനാർത്ഥിയാക്കാൻ പരമാവധി സഹായിച്ചിട്ടുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. തവിൽ വാദ്യകലാകാരൻ ആലപ്പുഴ S വിജയകുമാറിന് സുവർണമുദ്ര സമർപ്പിക്കാൻ ആലപ്പുഴയിൽ ചേർന്ന ചടങ്ങിലായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ വെളിപ്പെടുത്തൽ. ഈ ചടങ്ങ് സുരേഷ് ഗോപിയും ആരിഫും തമ്മിലെ സൗഹൃദകഥയിൽ വൈറലാവുകയാണ്. അരൂരിൽ ഞാൻ കണ്ടെത്തിയ ആദ്യത്തെ MLA സ്ഥാനാർത്ഥി AM ആരിഫ് എന്ന ആമുഖത്തോടെയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസംഗത്തിൻ്റെ തുടക്കം. ചരിത്രം വിശദീകരിച്ച് പറഞ്ഞാൽ ആരിഫിൻ്റെ രാഷ്ട്രീയത്തെ ബാധിക്കും എന്നതിനാൽ കൂടുതൽ വിശദമാക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ആരിഫിനും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവിനും VS അച്യുതാനന്ദനും വ്യക്തമായിട്ട് അറിയാം. ഇതാണ് സുരേഷ് ഗോപി പറയുന്നത്. പൊരുത്തവും പൊരുത്തക്കേടും ഉണ്ടെങ്കിലും സ്നേഹസൗഹൃദമാണ് സുരേഷ് ഗോപിയുമായിട്ട് ഉള്ളതെന്നും AM ആരിഫ് പറഞ്ഞു. അരൂരിൽ മത്സരിക്കുന്നതിന് സഹായം നൽകിയിട്ടുണ്ട്. MP-ആയി ഡൽഹിയിൽ എത്തിയപ്പോൾ രാജ്യസഭാംഗമെന്ന നിലയിൽ സുരേഷ് ഗോപി വിരുന്ന് നൽകിയെന്നും ആരിഫ് പറഞ്ഞു. നേരത്തെയും സുരേഷ് ഗോപിയും AM ആരിഫും തമ്മിലെ സൗഹൃദം ചർച്ചകളിൽ എത്തിയിരുന്നു. സുരേഷ് ഗോപിയെക്കുറിച്ച് സംവിധായകൻ ആലപ്പി അഷ്റഫ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലായിരുന്നു അതുണ്ടായിരുന്നത്. 2020-ലായിരുന്നു ആ കുറിപ്പ് ചർച്ചയായത്. ഇതേക്കുറിച്ച് ആരിഫും പ്രതികരിച്ചിരുന്നു. താരം എന്നതിലുപരി കഷ്ടപ്പെടുന്ന മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ് ആലപ്പി അഷ്റഫ് കുറിപ്പിൽ പറയുന്നത്. അതിൽ എല്ലാവരെയും ചെറുതായി അമ്പരിപ്പിച്ച ഒരു വരിയുമുണ്ട്. ഇപ്പോൾ ആലപ്പുഴ MP-ആയ AM ആരിഫിന് സുരേഷ് ഗോപി ഫോൺ വാങ്ങിക്കൊടുത്ത സംഭവം. ഇതേക്കുറിച്ച് ആരിഫ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ആലപ്പുഴ MP ആരിഫിന് മികച്ച ഒരു ഫോൺ സുരേഷ് ഗോപി MP സമ്മാനിച്ചു. ഒരുപാട് പേർ എന്നോട് ചോദിച്ചു ഇത് സത്യമാണോ എന്ന്. ചിലർക്കൊക്കെ തെറ്റിദ്ധാരണ സംഭവിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഈ അടുത്തിടെ നടന്ന സംഭവം എന്നാണ് പലരും കരുതുന്നത്. എൻ്റെ സുഹൃത്ത് ആലപ്പി അഷ്റഫ് കുറിപ്പിൽ പറഞ്ഞ കാര്യം സത്യമാണ്. പക്ഷേ അത് ഇപ്പോഴല്ല, 20 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. ചിലർ കരുതുന്നത് ഈ ഇടയ്ക്ക് സംഭവിച്ചതാണെന്നാണ്. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തെ അങ്ങേയറ്റം എതിർക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനുഷ്യനോട് ഇഷ്ടമാണ് എന്നും ആണ് AM ആരിഫ് പ്രതികരിച്ചത്. ഞാൻ കോളേജ് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന സമയത്ത് മുതൽ അദ്ദേഹത്തെ അറിയാം. അന്ന് കേരള സർവകലാശാല യുവജനോത്സവത്തിന് അതിഥിയായി അദ്ദേഹത്തെ ക്ഷണിക്കാൻ എറണാകുളത്ത് ഒരു ഷൂട്ടിംഗ് സെറ്റിൽ എത്തിയപ്പോഴാണ് പരിചയപ്പെടുന്നത്. പിന്നീട് ആ പരിചയം സൗഹൃദമായി. അന്ന് അദ്ദേഹത്തിന് രാഷ്ട്രീയമില്ല. K കരുണാകരനോടും VS-നോടും അദ്ദേഹത്തിന് ആരാധനയുണ്ടായിരുന്നു. അന്ന് കോൺഗ്രസ്സുകാർ കരുതും ഞങ്ങളുടെ പക്ഷമാണെന്ന്, ഇടതുപക്ഷം കരുതും അവരുടേതാണെന്ന്. അന്ന് അദ്ദേഹം രാഷ്ട്രീയം വ്യക്തമാക്കിയിരുന്നില്ല. എല്ലാ പാർട്ടിയിലും സജീവമായ സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിൽ ഒരാളാണ് ഞാനും. അന്ന് മൊബൈൽ ഫോണൊന്നും അത്ര സജീവമല്ല. നോക്കിയയുടെ ഒരു ഫോണാണ് അന്ന് എനിക്ക് ഉണ്ടായിരുന്നത്. ആ സമയത്ത് സുരേഷ് ഗോപി ദുബായിൽ പോയിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് സാംസങ്ങിൻ്റെ ഒരു ഫോൺ കൊണ്ടുവന്ന് തന്നു. ഒരു സുഹൃത്തിൻ്റെ കൈവശം കൊടുത്തുവിട്ട് അതെനിക്ക് സമ്മാനിച്ചു. അത്രത്തോളം സൗഹൃദം എനിക്ക് അദ്ദേഹത്തോട് ഉണ്ട്. ഇപ്പോഴും ഡൽഹിയിൽ വെച്ച് കാണുമ്പോഴും അടുത്ത് ഇടപഴകുകയും വീട്ടിൽ പോവുകയും ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വപരമായ സമീപനങ്ങൾ അടുത്തറിഞ്ഞിട്ടുണ്ട് ഒരുപാട് തവണ. ആര് വന്ന് സങ്കടം പറഞ്ഞാലും സഹായിക്കുന്ന മനസ്സാണ് അദ്ദേഹത്തിന്. ഞാൻ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പ്രചാരണത്തിനും അദ്ദേഹം വന്നിരുന്നു. സുരേഷ് ഗോപി എന്ന നടനോടും മനുഷ്യനോടുമുള്ള എല്ലാ ആരാധനയും നിർത്തിക്കൊണ്ട് പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് എനിക്ക് യോജിക്കാനാവില്ല. മനുഷ്യനോട് ബഹുമാനമാണെന്നും ആരിഫ് വിശദീകരിച്ചു. 2020-ലായിരുന്നു ഈ പ്രതികരണം.